ഗംഗാവലി പുഴയിൽ നിന്നും അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യ സമാനമായ അസ്ഥിയാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള ചേർന്നു. ഷഫീഖ്, ഇതുവരെയുള്ള തിരച്ചിലിൽ എത്രത്തോളം നിർണായകമാണ് ഈ ഒരു അസ്ഥി കണ്ടെത്തിയത്? ഇന്നത്തെ തെരച്ചിൽ അവസാന സമയത്താണ് ഇത്തരത്തിൽ ഡ്രഡ്ജർ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥി ലഭിച്ചത്. ഈ അസ്ഥി സംബന്ധിച്ച് പരിശോധിക്കാൻ DNA പരിശോധന നടത്തുമ്പോൾ മാത്രമേ അത് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കൂ. ഇപ്പോൾ നമുക്ക് അർജുൻ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഉടമ മനാഫ് നമ്മോടൊപ്പമുണ്ട്. ഏത് സമയത്താണ് ഇത് ലഭിച്ചത്? അത് പോലീസ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ളൂ ഈ അസ്ഥി കിട്ടിയിട്ട്. അസ്ഥി കിട്ടിയ കാര്യം MLA ആണ് എന്നോട് പറയുന്നത്, അങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു. എന്തിനെന്നുള്ളത് പറഞ്ഞില്ലേനും സതീശയിൽ MLA അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോയി നോക്കിയപ്പം പിന്നെ ഈ ഒരു അസ്ഥി കാണിച്ചിരുന്നു. ഇതാ ഇപ്പോൾ ഡ്രഡ്ജറിൻ്റെ അവസാന സമയത്ത് അവർക്ക് കിട്ടിയതാണ്. അത് എന്താ പറയുക, ഒരു ഫ്രഷ് എല്ലാണ് എനിക്ക് തോന്നിയത്. കാലിൻ്റെ നീളത്തിലുള്ള ഒരു എല്ലായിട്ട് തോന്നുന്നു. ഇനി എന്താ അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അവസാന നിമിഷം നടത്തിയ തെരച്ചിലിന്റെ ഏറ്റവും ഒടുവിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ആണ് ഈ ഡ്രഡ്ജറിന് ഇത് കിട്ടിയത്. അപ്പോൾ MLAയും പോലീസും ഒക്കെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. അടുത്ത നടപടിയെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു? ഇപ്പം അത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്കവാറും അവിടുന്ന് ലാബിലേക്ക് കൊണ്ടുപോകും. DNA പരിശോധനയായിരിക്കും നടത്തുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളവരുടെ DNA ഒക്കെ എടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അഭിഷേകിന്റെ DNA ഓൾറെഡി, അർജുന്റെ ബ്രദറിന്റെ DNA ഓൾറെഡി അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. എല്ലാവരുടെ DNA സ്റ്റോക്ക് ഉണ്ട്. അത് മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും. എല്ലിൻ്റെ ഉള്ളിൽ മജ്ജ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലുണ്ട്, നല്ല ചീന്തി പോയിക്കണേ, നല്ല ഏതോ ഒരു അപകടം പറ്റിയതാണെന്ന് എല്ല് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. വലിയൊരു അപകടം നടന്നതിന് ശേഷമുള്ള ഇതായിരിക്കണം. ആ അസ്ഥിയാണ് ഇപ്പോൾ ലഭിച്ചത്. ആ അസ്ഥി പരിശോധിച്ചു, നിങ്ങൾ കണ്ടു, പൂർണ്ണമായും സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അതുമാതിരി തന്നെ ഇപ്പം ഒരു വാഹനത്തിൻ്റെ പുതിയ ഈശ്വർ മൽപ്പയ്ക്ക് ഒരു വാഹനത്തിൻ്റെ പ്ലേറ്റ് കിട്ടിയത്. അത് ഈ വൈകുന്നേരമാണ് സതീശയിൽ MLA അറിയണത് പോലും. അതായത് ഇത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു RC ബുക്കിൻ്റെ പകുതി വിലയുള്ള സാധനമാണ് ആ വാഹനത്തിൻ്റെ പ്ലേറ്റ്. അതിൽ സകല സാധനങ്ങളും അതിലുണ്ട്. ആ ഒരു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക, ഇതുവരെ കാണാത്ത അശോക് ലൈലൻഡ് വണ്ടീൻ്റെ ഭാഗമാണ് ഇപ്പോൾ അത് കണ്ടെത്തിയത്. സതീശയിലിന് ആ പ്ലേറ്റ് ഞാൻ ഇപ്പം വൈകുന്നേരം കൊണ്ടുപോയിട്ട് പോലീസ് അത് എടുത്ത് ഒരു ഏറ്റവും വലിയ ഉത്തരവാദപ്പെട്ട ആളാണ് ഇവിടുത്തെ MLA. അയാൾക്ക് പോലും അതിന്റെ വിവരം കിട്ടുന്നത് 7:30 മണിക്കാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് SI നിങ്ങളെ വിളിപ്പിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ആ സമയത്ത് സംസാരിച്ചത്? അല്ല, ഇവര് പറയണ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഈ പുഴയിൽ 2 ലോറിയാണ് വീണത്. ഒന്ന് ഞമ്മള ലോറി, മറ്റേ രണ്ടാമത് വീണത് ഈ ടാങ്കർ ലോറിന്റെ ഹെഡ് മാത്രമാണ് വെള്ളത്തിലുള്ളത്, ബാക്കി മേലെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ടാങ്കർ ലോറി അന്ന് ഞാൻ ചോദിച്ചിന് ഏത് കമ്പനീൻ്റെതാണെന്ന്. അപ്പം എന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് അശോക് ലൈലൻഡ് വണ്ടിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഇത് കയറ്റി വെച്ച ലോറി. ഇന്നലെ കിട്ടിയതൊക്കെ ടാറ്റ വണ്ടിൻ്റെ ആണ്, കുമിൻസിൻ്റെ എഞ്ചിനാണ്. അതിൻ്റെ മുകളിൽ ഈ പ്ലേറ്റുകളൊക്കെ അതിൻ്റെ മുകളിൽ വേറെ ഉണ്ട്. അപ്പം ടോട്ടൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 3 ലോറിയായി. നമ്മളവിടെ ഈ ഡ്രഡ്ജർ മണ്ണുമാന്തി യന്ത്രക്കൈയിൽ മണ്ണ് മാറ്റുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി അവർ മണ്ണ് താഴെയിട്ട് പരിശോധിക്കുന്ന കാണുന്നുണ്ട്. അത്തരം പരിശോധനയിലാണ് ഇപ്പോൾ ഈ അസ്ഥി കിട്ടിയത്. അതെ, ഈ ഡ്രഡ്ജറിന്റെ ഓണർ ഫുൾ ടൈം അവിടെ നിന്നിട്ട് എന്തൊക്കെ കോരുന്നുണ്ട് അത് അദ്ദേഹം സൂക്ഷ്മമായി തന്നെ നോക്കുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് നമുക്ക് പുറമെ നിന്ന് കാണുമ്പോഴും അത് ഫീൽ ചെയ്യുന്നുണ്ട്.